നമസ്കാരം. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്ത് നേതൃമാറ്റം, ഏത് നേതൃമാറ്റം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു നേതൃമാറ്റം കോൺഗ്രസിൽ നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ സതീശന്റെ വിചാരം അണ്ടർഗ്രൗണ്ടിലൂടെ നടക്കുന്ന കളി ആരും അറിയില്ല എന്നാണ്. താൻ അറിഞ്ഞ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുന്ന വി.ഡി. സതീശൻ നേതൃമാറ്റത്തിലെ നിലപാട് പാർട്ടിയിൽ പറഞ്ഞോളാം എന്നാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങൾ വെറുതെ വാർത്തകൾ കൊടുക്കുകയാണെന്നത്രേ. പാർട്ടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങളോടല്ല പറയേണ്ടത്, അത് തന്റെ നാവിൽ നിന്നും പുറത്തു വരില്ലെന്നും തന്റെ അഭിപ്രായം പാർട്ടി വേദി പറയുമെന്നാണ് സതീശൻ പറയുന്നത്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം കോൺഗ്രസിലുണ്ട്. അത് കോൺഗ്രസിൽ എന്നല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ജനാധിപത്യ പാർട്ടിയിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടാകുമെന്നും സതീശൻ പറയുന്നുണ്ട്. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ തള്ളി KPCC പ്രസിഡന്റ് K. സുധാകരനും ആരുടെ പിന്നാലെയുണ്ട്? നമ്മുടെ വി.ഡി. സതീശന് പിന്നാലെയുണ്ട്. നേതൃമാറ്റം അത് വെറും മാധ്യമ സൃഷ്ടിയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് K. സുധാകരൻ. പക്ഷെ K. സുധാകരനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടി നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് അവകാശപ്പെട്ട് വരികയാണ് നമ്മുടെ ചാണ്ടി ഉമ്മനും. ഈ വിവാദത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം ഒരു വിവാദം ഉന്നയിച്ചിരുന്നു. ആ വിവാദത്തിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ മലക്കം മറിഞ്ഞിരിക്കുന്നത്. പാലക്കാടും വയനാടും വൻ വിജയവും സംസ്ഥാന ഭരണവും തിരിച്ചു പിടിക്കാമെന്ന ആവേശത്തിൽ പാർട്ടി പ്രവർത്തകർ ഉണ്ട്. ഇതിനിടെ പാർട്ടി തലപ്പത്ത് കലക മൂർച്ഛിച്ചത് തിരിച്ചടിയാവുകയാണ് എന്ന തിരിച്ചറിവിലാണ് നേതൃമാറ്റ ചർച്ചകൾ വിലങ്ങിടാൻ നേതൃത്വം തന്നെ ഇറങ്ങിയിരിക്കുന്നത്. തന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് K. സുധാകരൻ. മാടായി കോളേജ്, അതേസമയം മാടായി കോളേജിലെ നിയമന വിവാദവുമായി ഉണ്ടായ ഒരു പ്രാദേശിക പ്രശ്നം മാത്രമാണെന്നാണ് സതീശന്റെ വര. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് സംഭവിക്കുകയാണ്. മാടായി കോളേജ് വിഷയം ഉടൻ KPCC പരിഹരിക്കുമെന്നും സതീശൻ പറയുന്നു. അതെ, പെട്ടെന്ന് തന്നെ പരിഹരിക്കും, അല്ലെങ്കിൽ പാർട്ടിക്ക് വീണ്ടും അടിയുണ്ടാവുന്നല്ലോ. എന്നാൽ K. സുധാകരനെ മറയാക്കി ചിലർ തന്നെ ലക്ഷ്യം വെക്കുകയെന്നും വി.ഡി. സതീശൻ പറയുന്നു. പാവം, ഒന്നും അറിയാത്ത പച്ചപ്പാവം, ഇടികൂടി വേല വെക്കുന്ന ആർക്കും അറിയത്തില്ലെന്നാണ് ഈ മഹാന്റെ വിചാരം. എന്തായാലും കൊള്ളാം. എന്നാൽ ഈ മറ K. സുധാകരന് സ്വയം തീർക്കുന്നതാണ് എന്ന സത്യം തിരിച്ചറിയുന്നില്ലല്ലോ. അതിനുള്ള മറുപടിയും നേതൃമാറ്റത്തിലെ നിലപാടും പറയേണ്ടപ്പോൾ പറയേണ്ടടുത്ത് പറയുമെന്നും സതീശൻ പറയുന്നു. തന്നെ അവഗണിക്കുന്നു എന്ന് ആരോപിച്ച വിവാദത്തിൽ തുടക്കമിട്ട ചാണ്ടി ഉമ്മൻ അത് പാതിയിൽ അങ്ങ് വിഴുങ്ങി. പാലക്കാട് ചുമതല നൽകാത്തിൽ വിഷമം മാത്രമാണുള്ളത്. ഞാൻ പ്രതിപക്ഷ നേതാവിനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, ആ പറഞ്ഞതൊക്കെ വെറും തോന്നലെന്നാണ് ഇവിടെ ചാണ്ടി ഉമ്മന്റെ പ്രസ്താവന. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ എന്താണെന്ന് അറിയണ്ടേ? സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടികൾ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ MLA രംഗത്തെത്തിയത്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. പക്ഷെ അത് അന്ന് മിണ്ടാതെ ഇരുന്നു. പക്ഷെ ഇന്നാണ് പ്രതികരിക്കാനുള്ള ശേഷി കിട്ടിയത്. അത് പ്രതികരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനിട്ട് കുത്തും കിട്ടി. ആ കുത്ത് നേരെ തിരിച്ച് രണ്ടാം ദിവസം മാറ്റി പറയുകയും ചെയ്ത ചാണ്ടി ഉമ്മൻ. നേതൃമാറ്റ ചർച്ചകൾ നേതൃത്വം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും അണിയറയിൽ കരനീക്കം തുടർന്നുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിൽ ഓരോ സംശയമില്ല. പണി K. സുധാകരൻ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ വേറെ ഒരു സംശയമില്ല.